കാർഷിക വാർത്തകൾ. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ. അക്രമകാരികളായ മൃഗങ്ങളെ കൊല്ലുന്നതിനുള്ള ബില്ലിന് അംഗീകാരം നൽകി മന്ത്രിസഭാ യോഗം. വനനിയമത്തിലെ ഭേദഗതി ബില്ലിനും അംഗീകാരം നൽകി. അക്രമകാരികളായ മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം നൽകുന്ന ബില്ലിന്റെ കരടിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് ബില്ല്. വനനിയമ ഭേദഗതി ബില്ലിനും പ്രത്യേക മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഇതോടെ ഈ രണ്ട് ബില്ലുകളും തിങ്കളാഴ്ച ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിന് 1972 കേന്ദ്ര വന്യജീവി നിയമപ്രകാരം കടുത്ത വ്യവസ്ഥകളാണുള്ളത്. 6 സമിതി രൂപീകരിക്കുകയും ക്യാമറ സ്ഥാപിച്ച് നിരീക്ഷിക്കുകയും വേണം. പിന്നീട് കെണിവെച്ച് പിടികൂടണം എന്നാണ് വ്യവസ്ഥ. ഇതിനു കഴിയാതെ വന്നാൽ മാത്രമാണ് വെടിവെച്ച് പിടികൂടാനുള്ള വ്യവസ്ഥ. ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗം ഈ കർശന വ്യവസ്ഥയ്ക്ക് ഇളവ് നൽകുന്ന നിയമഭേദഗതികളാണ് അംഗീകാരം നൽകിയത്. ഇതും പ്രകാരം മനുഷ്യജീവന് ഒരു മൃഗം അപകടം വരുത്തുന്നു എന്ന വിവരം ജില്ലാ കളക്ടറിനോ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കോ CCFനെയോ അറിയിക്കണം. ഇതോടെ മൃഗത്തെ വെടിവെച്ചു കൊല്ലാനുള്ള ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഇറക്കാനാവും. നിയമസഭാ ബില്ലിന് അംഗീകാരം നൽകിയാലും കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനാൽ രാഷ്ട്രപതിയുടെ അനുമതി വേണ്ടിവരും. സ്വകാര്യ ഭൂമിയിലെ ചന്ദനം മുറിക്കാൻ അനുമതി നൽകുന്ന വനനിയമ ഭേദഗതിക്ക് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. വനം വകുപ്പിന്റെ അനുമതിയോടെ ചന്ദനമരം മുറിച്ചു നീക്കാമെന്നാണ് വ്യവസ്ഥ. വനം എക്കോ ടൂറിസം ബോർഡ് ബില്ല് മാറ്റിവെച്ചു. മറ്റു വകുപ്പുകളുമായി കൂടുതൽ കൂടിയാലോചനയ്ക്ക് ശേഷം ആവശ്യമായ ഭേദഗതികൾ വരുത്തും. അതിനുശേഷമായിരിക്കും ഇക്കോ ടൂറിസം ബോർഡ് ബില്ല് മന്ത്രിസഭാ യോഗത്തിന് മുന്നിലെത്തിക്കുക. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രാക്ടർ വിൽപ്പന വർദ്ധിച്ചു. ശക്തമായ ഗ്രാമീണ ഡിമാൻഡ്, നല്ല മൺസൂൺ എന്നിവ കാരണമാണ് കഴിഞ്ഞ മാസം ട്രാക്ടർ വിൽപ്പന 25% ഉയർന്നത്. 2025 ഓഗസ്റ്റിൽ ട്രാക്ടറുകളുടെ വിൽപ്പന 73,199 യൂണിറ്റ് ആയിരുന്നു. 2024 ഓഗസ്റ്റിൽ ഇത് 54,733 യൂണിറ്റ് ആയിരുന്നു. 2025 ജൂലൈയിൽ റിപ്പോർട്ട് ചെയ്ത 72,797 യൂണിറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓഗസ്റ്റിലെ എണ്ണത്തിൽ നേരിയ വർധനവുണ്ടായതായി ട്രാക്ടർ ആൻഡ് മെക്കനൈസേഷൻ അസോസിയേഷൻ ഡാറ്റ പറയുന്നു. ശക്തമായ വർഷാവർഷ വളർച്ച ഗ്രാമീണ ഡിമാൻഡിൽ സുസ്ഥിരമായ ആക്കം സൂചിപ്പിക്കുന്നു. ട്രാക്ടർ വിൽപ്പനയിലെ വളർച്ച ഗ്രാമീണ ഡിമാൻഡിന്റെ പ്രതിരോധശേഷിയും മെച്ചപ്പെട്ട മൺസൂൺ വിതരണം, ഉയർന്ന വിതയ്ക്കൽ വിസ്തീർണം, യന്ത്രവൽക്കരണത്തിനുള്ള സർക്കാർ പിന്തുണ തുടങ്ങിയ ഘടകങ്ങളുടെ നല്ല സ്വാധീനവും പ്രതിഫലിപ്പിക്കുന്നതായി ഫാം കൺസ്ട്രക്ഷൻ മെഷീനറി നിർമ്മാതാക്കളായ CNH ഇന്ത്യയുടെ പ്രസിഡന്റും മാനേജിംഗ് ഡയറക്ടറുമായ നരീന്ദർ മിത്തൽ പറയുന്നു. ഉൽപാദനക്ഷമത, കാര്യക്ഷമത, സുസ്ഥിരത എന്നിവയ്ക്കായി കർഷകർ സാങ്കേതിക വിദ്യാധിഷ്ഠിത പരിഹാരങ്ങൾ കൂടുതലായി സ്വീകരിക്കുന്നതിനാൽ ഇന്ത്യയിലെ കാർഷിക യന്ത്രവൽക്കരണത്തിലേക്കുള്ള ഘടനാപരമായ മാറ്റവും ഇത് അടിവരയിടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഹിമാചൽ പ്രദേശിലെ മിഡ് ഹിൽ മേഖലകളിൽ നാച്ചുറൽ ഫാർമിംഗ് കരുത്തു നേടുന്നു. ക്യാപ്സിക്കം ഉൽപ്പാദനത്തിൽ വളർച്ച, കീടശല്യം രാസകൃഷിക്ക് തിരിച്ചടിയാകുന്നു. സംസ്ഥാനത്ത് ഏകദേശം 1.65 ലക്ഷം കർഷകർ 1936 ഹെക്ടർ വിസ്തൃതിയിൽ നാച്ചുറൽ ഫാമിംഗ് നടത്തുന്നത്. പച്ചക്കറികളിൽ ക്യാപ്സിക്കമാണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. ക്യാപ്സിക്കം കൃഷി യഥാർത്ഥത്തിൽ 6%, 7.9% വളർച്ചയോടെ മുന്നേറുന്നു. സോളൻ ജില്ലയിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ക്യാപ്സിക്കം ഉൽപ്പാദിപ്പിക്കുന്നത്. 1117 ഹെക്ടറിൽ 34,880 ടൺ ഉൽപ്പാദന വളർച്ചാ നിരക്ക്. സംസ്ഥാന തലത്തിൽ 10.30%, സോളനിൽ 15%, സംസ്ഥാനത്ത് 4.30%, സോളനിൽ 7.20% വീതവും. വർഷം തോറും ഉൽപാദനക്ഷമതയും ഉയരുന്നു. പ്രത്യേകിച്ച് പോളിഹൌസ് കൃഷി കർഷകർക്ക് കൂടുതൽ വരുമാനം നൽകുന്നതിനാൽ അതിവേഗം വ്യാപിക്കുന്നു. ആദ്യഘട്ടത്തിൽ വിളവും കീടനിയന്ത്രണവും സംബന്ധിച്ച ആശങ്കകളാൽ കർഷകർ നാച്ചുറൽ ഫാമിംഗ് അടുക്കളത്തോട്ടത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തി. എന്നാൽ KVK സോളനും കാർഷിക വകുപ്പ് നടത്തിയ ബോധവൽക്കരണത്തിലൂടെ ഇന്ന് ക്യാപ്സിക്കം, തക്കാളി, ഫ്രഞ്ച് ബീൻസ്, വെള്ളരി എന്നിവ ഉയർന്ന വിപണി മൂല്യ വിളകൾ സ്വാഭാവിക രീതിയിൽ വിജയകരമായി കൃഷി ചെയ്യപ്പെടുന്നു. സമീപകാലത്ത് ദ്വാരക്, ബുക്കാർ ഗ്രാമങ്ങളിലെ പോളി ഹൌസുകളിൽ നിറമുള്ള ക്യാപ്സിത്തിൽ ത്രിപ്സ് വ്യാപകമായി കണ്ടു. ജൗനാജിയിൽ നടന്ന ബോധവൽക്കരണത്തിൽ കർഷകർ രാസകൃഷി ചെയ്യുന്ന പോളി ഹൌസുകളിൽ ക്രിപ്സ് ആക്രമണം കൂടുതലാണെന്നും നാച്ചുറൽ ഫാമിംഗ് പിന്തുടരുന്നവരിൽ അത്ര ഗുരുതരമല്ലെന്നും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.